ഇതാ നേരം വിളിക്കാനായിതാ ഇയാൾക്ക് ഉറക്കേ ഇല്ല ഇവിടെ. ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ആയി വീഡിയോ ഷോർട്സ് ഒന്നും ഇടാത്ത, കാരണം എല്ലാവർക്കും അറിയാറില്ല പ്രഗ്നൻ്റ് ഉണ്ടായിന്, ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റ്. സോ ഐ ആം ബാക്ക്. അപ്പോൾ ഇനി കുറേ വീഡിയോ ഒക്കെ പ്രതീക്ഷിക്കാം എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു കുട്ടി ഡേമ ലൈഫാണ്. അപ്പോൾ ഇതൊരു 5 മണി ടൈമാണ്, ഏർലി മോർണിംഗ്. കുഞ്ഞ് വന്ന് പിന്നെ ഉറക്കുന്നൊരു സംഭവം അങ്ങ് കിട്ടിയിട്ടില്ല. കുറേ ആയി നല്ല പണിയൊന്നും ഉറങ്ങാത്ത. കണ്ടില്ലേ, ഒരു 5 മണി ടൈമിൽ വ്യൂ വന്ന് എൻ്റെ പേരേൻ്റെ. സോ രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാം. ബ്രഷ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഒരു ഹാളിൽ ഫുള്ള് ശൂന്യമായിരിക്കുകയാണ്, ആരുമില്ല, എല്ലാവരും ഭയങ്കര ഉറക്കത്തിലാണ്. സോ നമുക്കിനി ബ്രഷ് ചെയ്യാം. ഞാൻ എൻ്റെ പേരൻ്റെ പണി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഏതോ വീട്ടിൽ ഞാൻ പറഞ്ഞു നോക്കുന്നു. പിന്നെ ഹോം ടൂറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് ഫുൾ വാഷെല്ലാം ആക്കിയിട്ട് പിന്നെ ഒരു 7 മണി ആയിട്ടാകുമ്പോൾ കുഞ്ഞിക്ക് മരുന്ന് കൊടുക്കാനുണ്ട്. അങ്ങനെ മരുന്നെല്ലാം കൊടുത്ത് ഞാൻ കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെയൊന്നും ഉറങ്ങാത്തതല്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ കുഞ്ഞുറങ്ങിയപ്പോൾ ഞാനും കുറച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പയറ് പുഴുങ്ങിയതായിരുന്നു കേട്ടോ, തേങ്ങയിലിട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതൊരു നല്ലൊരു ഹെൽത്തി ഫുഡാണ് കേട്ടോ രാവിലെ കഴിക്കുന്നത്. പിന്നെ കുറച്ച് സാധനം വാങ്ങാണ്ട്, അപ്പോൾ കുഞ്ഞിന് ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് വേഗം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പർദ്ദയിലിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ സിസിന് കാഞ്ഞങ്ങാട് പോകാണ്ടായിരുന്നു. അപ്പോൾ ഓളെ കൂടെ തന്നെ വണ്ടി കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടി വന്ന് നമ്മൾ പോക്കായി. ഇത് സിസിൻ്റെ മോനാണ് കേട്ടോ, മിർസാൻ, മിജു എന്ന് വിളിക്കും. ഒരു ഹായ് എല്ലാം ആക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തറ എത്തി. ഇത് ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്നിട്ട് പോകുമ്പോൾ ഏതോ ഒരുത്തൻ തായൻ്റെ ബബ്ലികളെല്ലാം തുപ്പിയിട്ട് പോകുന്ന കാക്കേനെ പറ്റിപ്പോയി. അങ്ങനെ അത് വരക്കാൻ വേണ്ടി കുറച്ച് 2 മിനിറ്റ് അവിടെ നിന്ന് അങ്ങനെ ക്യൂ മാട്ട് എത്തിയിട്ടുണ്ട്. ഒടുക്കത്തെ വെയിലാണ് കേട്ടോ, ഭയങ്കര വെയിൽ, കരിഞ്ഞു പോകും മനുഷ്യന്മാർ. അങ്ങനെ സൺഡേ ആയതുകൊണ്ട് അങ്ങനെ ആൾത്തിരക്കൊന്നും ഉണ്ടായിട്ടാട്ടാ. വേഗം സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഫസ്റ്റ് തന്നെ എൻ്റെ കൈ പോയത് ഡോക്ടർ വാഷ് സോപ്പിലേക്കാണ്. കുഞ്ഞിൻ്റെ തുണിക്കണ്ടരം നനക്കാൻ നല്ല സോപ്പാണിത്. പിന്നെ സൺലൈറ്റിൻ്റെ ലിക്വിഡും വാങ്ങി. പിന്നെ ചെറുപയർ വാങ്ങണം. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ചെറുപയർ ഇല്ലയെന്ന്. കുറേ പയറും കടലെല്ലാം ഉണ്ട്. അങ്ങ് ലാസ്റ്റ് ഉണ്ടായിരുന്നു ചെറുപയർ. അങ്ങനെ ചെറിയ പാക്കറ്റ് വാങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാഗി കണ്ടത്. പിന്നെ എൻ്റെ കണ്ണിലിട്ട് പൊട്ടിയില്ലേ. ഇപ്പോൾ ഭയങ്കര മാഗി ലവറാണ് ഞാൻ കേട്ടോ. അങ്ങനെ സാധനമൊക്കെ വാങ്ങി ബില്ലാക്കാൻ വേണ്ടി വെയിറ്റാക്കി. റിക്ഷ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകാശേട്ടൻ്റെ റിക്ഷയും വന്ന്, നമ്മുടെ ഫാമിലി റിക്ഷയാണ് കേട്ടോ ഇവർ. അങ്ങനെ റിക്ഷ വന്നിട്ട് പെരക്കേക്ക് പോവാണ്. പെര എത്തി. അപ്പോൾ ഇതാണ് എൻ്റെ പെര. പിന്നെ ഒരിക്കലും ഹോം ടൂർ ആക്കാം കേട്ടോ. അങ്ങനെ ഞാൻ വന്നപ്പാടെ ലൈക്ക് ജ്യൂസ് ആക്കി കുടിച്ച് പപ്സ് വാങ്ങിയിട്ടുണ്ടായി ഞാൻ. അങ്ങനെ പപ്സും തിന്നും വേഗം ഒന്ന് ഫ്രഷായി. പിന്നെ ഫ്രഷെല്ലായിട്ട് ചോറ് കഴിച്ചു. ചോറിന് നല്ല സാമ്പാറായിരുന്നു. പിന്നെ നൈറ്റായിട്ടാകുകൊണ്ട് ഞാൻ ഇങ്ങനെ ചായയൊന്നും കുടിക്കാറില്ല കേട്ടോ. അങ്ങനെ നൈറ്റായിട്ട് കുറച്ച് പുറത്തല്ലായിരുന്നു. അപ്പം പിന്നെ ഫുഡ് കഴിക്കുകയുണ്ടായിരുന്നു. ചോറും ചക്കക്കറിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സിനിമ വെച്ചിട്ടുണ്ടായിനി സിസ്, ചന്ദ്രമുഖിയും തോന്നുന്നു സിനിമ. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോവാണ്. കുഞ്ഞുറങ്ങുമ്പോൾ വേഗം ഉറങ്ങി തീർത്തെങ്കിൽ പയ്യെ വെറുതെ ഇരിക്കാമല്ലോ രാത്രിയാകുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡേ മൈ ലൈഫ്. അടുത്ത ഡേ മൈ ലൈഫായി കാണാം. ബൈ.